നമസ്കാരം. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. ചില വ്യക്തികൾക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരുമ്പോൾ ചില വ്യക്തികൾക്ക് ദൗർഭാഗ്യം പിന്തുടരുന്നതാകുന്നു. എന്നാൽ എപ്പോഴാണ് അവർക്ക് സൗഭാഗ്യങ്ങൾ തേടിയെത്തുക? നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾക്ക് എപ്പോൾ പരിഹാരമാകും? ഇപ്പോൾ ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ എപ്രകാരം ഇരട്ടിക്കും? തുടങ്ങിയ നിരവധിയാർന്ന സംശയങ്ങൾ പലർക്കും ഉള്ളതാകുന്നു. എന്നാൽ ഇത് മുൻകൂട്ടി അറിയുക പ്രയാസകരമായ കാര്യം തന്നെയാകുന്നു. എന്നാൽ തൊടുകുറിയിലൂടെ ഈ കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കുവാൻ സാധിക്കും എന്നതാണ് വാസ്തവം. അത്തരത്തിൽ തൊടുകുറി പ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില സവിശേഷമായ കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്ന 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യവുമാകുന്നു. ഈ ചിത്രവുമായി ബന്ധപ്പെട്ട ഫലങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ ചിത്രം ശ്രീരാമസ്വാമിയുടെ ചിത്രമാകുന്നു. രണ്ടാമത്തെ ചിത്രം നെഞ്ച് പിളർന്നു നിൽക്കുന്ന ഹനുമാൻ സ്വാമിയുടെ ചിത്രമാകുന്നു. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രമാണ് ഏവരും തിരഞ്ഞെടുക്കേണ്ടത്. അതിനു മുന്നോടിയായി ഏവരും ഒരു നിമിഷം കണ്ണുകൾ അടച്ച് സാക്ഷാൽ ശ്രീരാമസ്വാമിയെ ഈ നിമിഷം പ്രാർത്ഥിക്കുക. ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ തേടിയെത്തണം എന്നും ശുഭകരമായ വാർത്തകൾ തേടിയെത്തണം എന്നും ഒരു നിമിഷം സാക്ഷാൽ ശ്രീരാമചന്ദ്രനോട് പ്രാർത്ഥിക്കുക. ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് വിചാരിക്കുന്നത്. ഇനി ഏവരും കണ്ണുകൾ തുറന്ന് ആദ്യം കാണുന്ന ചിത്രം ഏതാണോ ആ ചിത്രം തിരഞ്ഞെടുക്കുക. ആ ചിത്രവുമായി ബന്ധപ്പെട്ട ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് വിചാരിക്കുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാൻ പോവുകയാണ്. അതിനു മുന്നോടിയായി ഏവരും കമൻറ്റ് ബോക്സിൽ ശ്രീരാമസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശ്രീരാമജയം എന്ന് രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. കൂടാതെ ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ ചിത്രമായ ശ്രീരാമസ്വാമിയെ തിരഞ്ഞെടുത്തവരുടെ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളിൽ ഈശ്വര ചൈതന്യം അഥവാ ഈശ്വര കടാക്ഷം വർദ്ധിച്ചിരിക്കുന്ന സമയമാകുന്നു. അതിനാൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യത കൂടുതലുള്ള സമയമാണ് എന്ന് തന്നെ പറയാം. എന്നാൽ നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത് ശുഭകരമായ സമയത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കേണ്ടതാകുന്നു. ആ ചിന്തയോടെ തന്നെ മുന്നോട്ട് പോവുക. ധനപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. എന്നാൽ നിങ്ങളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. നിങ്ങൾ ചെയ്യുന്ന അശ്രദ്ധമായ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ദോഷകരമായ ഫലങ്ങൾ സമ്മാനിക്കും. അഥവാ അത്തരത്തിലുള്ള ഫലങ്ങളായിരിക്കും വന്നു ചേരുക എന്ന കാര്യം ഓർക്കുക. ഏത് സാഹചര്യവും നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന അവസരങ്ങളാണ് വന്നു ചേരുക. ഏത് കാര്യം ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും അത് നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നതാണ് വാസ്തവം. കൂടാതെ ജീവിതത്തിൽ മറ്റുള്ളവരാൽ നിങ്ങൾക്ക് ചില ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. അതേക്കുറിച്ച് മുൻകൂട്ടി മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് ഇനി സാധിക്കുന്നതാണ്. അതിനാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായും അത് നിങ്ങൾ ഒഴിവാക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നു ചേരുമ്പോൾ ഒരിക്കലും ആ കാര്യങ്ങൾ ഒഴിവാക്കാതിരിക്കരുത് എന്ന കാര്യമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്ഭുതകരമായ ചില മാറ്റങ്ങൾ, അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, തൊഴിൽ, ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതാണ് എന്ന് തന്നെയാകുന്നു. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുകയും കഠിനാധ്വാനം വിജയിക്കുന്ന അവസരങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. അതിനാൽ തന്നെ നിങ്ങൾ പരിശ്രമിക്കുന്ന കാര്യങ്ങളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും എന്ന കാര്യമാണ് നാം അറിയേണ്ടത്. കൂടാതെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ ഉയർച്ച പെട്ടെന്ന് വന്നു ചേരും. എന്നാൽ ചില സമയങ്ങളിൽ മന്ദഗതി പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാകുന്നു. ഈ സമയം നിങ്ങൾ തീർച്ചയായും സ്വാമിയെ പ്രാർത്ഥിച്ച് ശ്രീരാമചന്ദ്രനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും ജീവിതത്തിൽ
മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. പ്രതീക്ഷിക്കാതെ തന്നെ ആഗ്രഹങ്ങൾ ഉടനെ നടക്കും എന്ന ഫലമാണ് പ്രധാനമായും പറയുവാൻ സാധിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് നടക്കില്ല എന്ന് ഉറപ്പിച്ച കാര്യങ്ങളാണ് എങ്കിലും നടക്കുവാനുള്ള ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ആ കാര്യങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഉയർച്ച നേടുവാൻ സാധിക്കും. ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തിൽ വിജയം ഉടനെ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് ഫലം. അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വിജയത്തിലേക്ക് നയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നവരാകുന്നു. നെഗറ്റീവായ ഊർജങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ കുറയുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളാലും നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തകളാലും ആകുന്നു. അതിനാൽ അത്തരത്തിലുള്ള ചിന്താഗതി നിങ്ങളിലേക്ക് വന്നു ചേരും. ഈശ്വരാനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്ന സമയമായതിനാൽ തന്നെ ആ ഈശ്വരാധീനം നിലനിർത്തുക എന്ന കാര്യം തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. നിത്യവും ശ്രീരാമ മന്ത്രങ്ങൾ ജപിക്കുന്നതും ശ്രീരാമക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. സാധിക്കുന്നില്ല എങ്കിൽ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലാണ് എങ്കിലും ദർശനം നടത്തുവാൻ പരമാവധി ശ്രമിക്കേണ്ടതാകുന്നു. ഇതുവരെ നേടിയതെല്ലാം നഷ്ടപ്പെടാതെ കൂടെ ഉണ്ടാവുക തന്നെ ചെയ്യും. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആവലാതികളുണ്ട് എങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതാകുന്നു. തീർച്ചയായും നിങ്ങൾ നേടിയതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. അത് നഷ്ടപ്പെടില്ല എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, വിഷമങ്ങൾ വരുമ്പോൾ മാത്രമല്ല സന്തോഷം വരുമ്പോഴും നാം ഈശ്വരനെ പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. തീർച്ചയായും വിഷമതകൾ വരുമ്പോൾ ഈശ്വരനിൽ നിന്ന് നിങ്ങൾ അഭയം പ്രാപിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ശരിയായ സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കും എന്ന് തന്നെയാണ് ഫലം. അതിനാൽ തന്നെ ഇപ്പോൾ അനുഭവിക്കുന്ന വിഷമതകൾ താൽക്കാലികമാണ് എന്ന ചിന്ത നിങ്ങളിലേക്ക് വന്ന് ചേരേണ്ടതാകുന്നു. ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക. ഈ സമയം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഭഗവാന്റെ കടാക്ഷം കൂടി ഉള്ളതിനാൽ അത് നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വന്ന് ഭവിക്കും എന്ന കാര്യം ഏവരും ഓർക്കുക. രണ്ടാമത്തെ ചിത്രമായ ഹനുമാൻ സ്വാമി നെഞ്ച് പിളർന്നു നിൽക്കുന്ന ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് അത്തരത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മനസ്സിൽ വളരെയധികം സന്തോഷം പ്രകടമാകുന്നു എന്നതാണ് വാസ്തവം. സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവരും സ്വാതന്ത്ര്യത്തോടെ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരുമാണ് നിങ്ങൾ. ശുഭാപ്തി വിശ്വാസം എപ്പോഴും ജീവിതത്തിൽ പുലർത്തുന്നവരാണ് നിങ്ങൾ എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു. അതിനാൽ തന്നെ എപ്പോഴും വിജയങ്ങൾ നിങ്ങൾക്ക് കരസ്ഥമാക്കുവാൻ എളുപ്പമായി തീരുക തന്നെ ചെയ്യും. കാര്യങ്ങൾ ഏത് കാര്യമാണ് എങ്കിലും അത് ചെയ്യുവാൻ സന്നദ്ധത ഉള്ളവരാണ് നിങ്ങൾ. അതിനാൽ തന്നെ ആരും നിങ്ങളെ വിശ്വസിച്ച് ഏത് കാര്യവും ഏൽപ്പിക്കും എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. അതിനാൽ മറ്റുള്ളവർക്കും നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ വന്നു ചേരുവാൻ സഹായകരമായ സ്വഭാവ സവിശേഷതകൾ തന്നെയാണ് നിങ്ങൾക്കുള്ളത്. ഏത് കാര്യവും ഏറ്റെടുക്കുകയാണ് എങ്കിൽ അത് ഭംഗിയായി തന്നെ നിർവഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു. അതിനാൽ തന്നെ ജീവിതത്തിൽ ഇനി അതും തുടർന്ന് പോരുവാൻ സാധിക്കും എന്ന കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സംശയങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുക തന്നെ ചെയ്യും. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്ന സംശയങ്ങൾ, ആ കാര്യങ്ങൾ ഒഴിവാവുകയും വ്യക്തമായി തന്നെ ധാരണ നിങ്ങളിലേക്ക് വന്ന് ചേരുകയും ചെയ്യുന്നതാകുന്നു. കൂടാതെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്ന ഭയപ്പാടുകൾ അത് ജീവിതത്തിൽ നിന്നും ഒഴിവാകുന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യമാകുന്നു. ഏത് കാര്യവും നിർഭയമായി തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനും ആ കാര്യങ്ങളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാനും സാധിക്കും എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. ഏത് കാര്യവും നന്നായി ആസൂത്രണം ചെയ്ത് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. അത് നിങ്ങളുടെ ഒരു പ്രത്യേകതയായി തന്നെ പറയാം. മറ്റുള്ളവരെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ചെയ്യുവാൻ സാധിക്കുന്നു എന്നതാണ് പ്രത്യേകത. അതിനാൽ തന്നെ വിജയങ്ങൾ കരസ്ഥമാക്കുവാനും ആ കാര്യങ്ങളിൽ തോൽവി കുറയ്ക്കുവാനും തോൽവിയുടെ സാധ്യത പോലും കുറയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു. തുടർന്നും അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും എന്ന കാര്യമാണ് നാം ഓർക്കേണ്ടത്. കൂടാതെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ചില ആഗ്രഹങ്ങൾ
അത് ജീവിതത്തിൽ നടക്കും എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു. കുടുംബവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്ന ചില ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾ നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെ പറയാം. പങ്കാളിയുടെ സ്നേഹം വർദ്ധിക്കുന്നതാകുന്നു. പങ്കാളിയുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ട് എങ്കിൽ പോലും അത് പരിഹരിച്ച് സ്നേഹം വർദ്ധിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. നന്നായി ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. കഴിഞ്ഞ കാലത്തെ കാര്യങ്ങൾ കഴിവതും നിങ്ങൾ ജീവിതത്തിൽ അത്തരത്തിലുള്ള വിഷമതകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതെ ആ കാര്യങ്ങൾ ഒഴിവാക്കി ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ് എന്ന കാര്യം ഓർക്കുക. ഇത്തരം കാര്യങ്ങൾ ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാതെ തീർച്ചയായും നിങ്ങൾ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഇരട്ടി വിജയങ്ങൾ, സന്തോഷം എന്നിവ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം നാം ഓർക്കേണ്ടതാകുന്നു. കൂടാതെ ജീവിതത്തിൽ ടെൻഷൻ കുറയുകയും ജീവിതത്തിൽ സൗഖ്യം വർദ്ധിക്കുകയും ചെയ്യുന്ന അവസരങ്ങൾ വന്നു ചേരും എന്ന കാര്യവും നാം ഓർക്കേണ്ടതാകുന്നു. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ ഭഗവാന്റെ അഥവാ സീതാദേവിയുടെയും ഭഗവാന്റെയും ഹനുമാൻ സ്വാമിയുടെയും കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. നിത്യവും സ്വാമിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതും സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഏവർക്കും സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.